ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങൾ കോഴിക്കോടുള്ള നമ്മുടെ വരയ്ക്കൽ ബീച്ചിലാണ്. ബീച്ച് ദൂരന്നേ കണ്ടപ്പോഴേ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടുന്നുണ്ട് ആരാധ്യ ആരോണം. രാജസ്ഥാനിൽ നിന്ന് വരുമ്പോഴേ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്, നമുക്ക് ബീച്ചിൽ പോകണം, ബീച്ചിൽ കളിക്കണം. ഇതാണ് ട്രെയിനിൽ നിന്നെങ്ങാനും അവർ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. അങ്ങനെ അതാ ബീച്ചിലെത്തിയിരിക്കുന്നു. കോഴിക്കോട് വരയ്ക്കൽ ബീച്ചാണല്ലേ, ബീച്ചിലാണ് ഞങ്ങൾ പോയത്. നല്ല അത്യാവശ്യത്തിന് തിരക്കൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. ബീച്ച് കണ്ട സന്തോഷത്തിലാണ് ഇപ്പോൾ എല്ലാവരും. നല്ല തിരമാല ഉണ്ട് കേട്ടോ. നമ്മളും കുറേ കാലമായി ബീച്ചൊക്കെ കണ്ടിട്ട്. അടിപൊളിയാണ്. എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ വന്നിക്കണ്. എന്നാലും ഈ ബീച്ചിൽ വരുമ്പോൾ എത്തുമ്പോൾ ഒരു മനസുഖം അല്ലേ. ആരോ പണ്ട് പറഞ്ഞാണ്, ഈ ബീച്ചിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ എത്ര സങ്കടങ്ങളുണ്ടാവും. സങ്കടങ്ങളും സന്തോഷങ്ങളും ഇല്ലാത്ത മനുഷ്യന്മാരൊന്നുമില്ല. എന്തായാലും ഞാൻ പറയാം, സങ്കടങ്ങളും ദേഷ്യവും കോപവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ ബീച്ചിലൊരു നിമിഷം പോയി ഇരുന്നാൽ മതി. അതൊക്കെ എവിടെ പോകണമെന്ന് തന്നെ അറിഞ്ഞോളാണ്. ആരോ പറഞ്ഞൊരു കഥയാണ്, ഞാൻ പറഞ്ഞല്ല, പക്ഷെ അത് സത്യമാണെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇവരെ കളി ഇതാ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. അച്ഛനും മക്കളും രംഗത്തിറങ്ങിക്കണ്. കുറേ ഡാൻസും കളിയും ഒക്കെ കളിച്ചിട്ടാണ് പോയത്. കുറേ ഷോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്, പക്ഷെ ഞാൻ വീഡിയോ എടുത്ത് ആരും അറിഞ്ഞില്ല. ഫോട്ടോ എടുക്കുന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നല്ല തിരമാലകളുണ്ട്, അടിപൊളിയാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, എന്തെങ്കിലും ഒരു കമൻ്റ് ഇടാനും മറക്കരുത്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോകാവൂ. ശരിക്കും ഇതൊക്കെ ഒരു അത്ഭുതം തന്നെയല്ലേ, തിരമാല വരുന്നതും. സൂപ്പർ, കണ്ടിരിക്കാൻ തന്നെ തോന്നിപ്പോവും. അവിടുത്തെ ആ കാറ്റും അന്തരീക്ഷവും തന്നെ ഒരു വേറെ ലെവൽ. ഇത് ഒരു അടിപൊളി സംഭവമാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കയറണം എന്ന് വിചാരിച്ച് പോയതിന് രണ്ടുപേരും നല്ലോണം ബീച്ചിൽ കളിച്ച് നനഞ്ഞതുകൊണ്ട് അതിനകത്ത് കയറാൻ പറ്റിയില്ല. കാരണം നനവുള്ള അതിൽ കയറ്റണില്ല അവർ. കുറേ പറഞ്ഞു നോക്കി അവർ കയറ്റുന്നില്ല. പക്ഷെ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് കയറാമെന്ന് പറഞ്ഞ് രണ്ടാളെ ആശ്വസിപ്പിച്ച്. എന്നാലും കുറച്ച് നേരം കണ്ട് നിന്ന്, കുട്ടികൾ കളിക്കണമൊക്കെ കണ്ട് നിന്ന്. ഒരു അടിപൊളി സംഭവം തന്നെയാണിത്. ആരാധ്യേൻ്റെ വക സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ് എഴുതുന്നുണ്ട്. തിരമാലപ്പോൾ ഒന്ന് മായ്ക്കുന്നത് ഞാൻ പറഞ്ഞതാണ്, പക്ഷേ അവൾ എഴുതുന്നുണ്ട്. എഴുതട്ടെ, മായ്ക്കുന്നത് കാണാനും ഒരു രസമാണല്ലോ. മുഴുവൻ എഴുതുന്നതിന് മുന്നേ ഡിം. അങ്ങനെ ഇന്നത്തെ ദിവസം മുഴുവൻ ഒന്നും പറയാൻ പറ്റില്ല. ഈ ബീച്ചിലെ ഈ സായാഹ്നം ഞങ്ങൾ അടിച്ചു പൊളിച്ചു. കുറേ ചിരിച്ചു, കുറേ കളിച്ചു, കുറേ രസിച്ചു, കുറേ രസിപ്പിച്ചു. അങ്ങനെ സംഭവമാക്കി എല്ലാവരും. ഒരു നല്ലൊരു വൈബായിരുന്നു ഉണ്ടായിരുന്നു. എന്നാൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻ്റ് ഇടാനും മറക്കരുത്. ഓക്കെ, ബൈ.